അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലായിരുന്നു. രാത്രി സമയമായി. ഇശാ നിസ്കരിക്കാനും താമസിക്കാനും വേണ്ടി ഒരു പള്ളിയിൽ കയറി. പള്ളിയിൽ ഇശാ നിസ്കാരവും സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ മൂലയിൽ ദിക്റും ചൊല്ലി താമസിക്കാമെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് പള്ളിയിലെ മുഅദ്ദിൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ താമസിക്കാൻ കഴിയില്ല, പുറത്തുനിന്നുള്ള മുസാഫിരീങ്ങളെ ഒന്നും ഇവിടെ നിർത്താറില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പുറത്തേക്കിറങ്ങി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ വെളിച്ചം കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് കയറി വീട്ടുകാരനോട്, ഞാനൊരു മുസാഫിറാണ്, ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടുകാരൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കുകയും രാത്രി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇടറുന്ന ശബ്ദത്തോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നത് കേൾക്കുന്നത്. ഏറെ നേരമായിട്ടും ഈ ദിക്റുകൾ അവസാനിക്കാതെയായപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിങ്ങൾക്ക്, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറി, ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. പ്രശസ്ത മുഹദ്ദിസായ അഹ്മദ് ബിൻ ഹംബലിനെ എനിക്കൊന്ന് കാണണം, അതിനുവേണ്ടി ഞാൻ വർഷങ്ങളായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ ഞാൻ തന്നെയാണ് എന്ന്. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളും നിറവേറിക്കഴിഞ്ഞു, ഇനി നിന്റെ ലിഖായിലേക്ക് എന്നെ വിളിച്ചാലുമെന്ന്. ഇതാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല ചെയ്യുക, നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുമെന്ന് ഈ സംഭവം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു.